നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ 24 ഇലക്ഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന് വരണാധികാരിയുടെ താക്കീത്. കുടുംബശ്രീ, കെഡിസ്ക് എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നുവെന്ന UDF പരാതിയിലാണ് നടപടി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, നേരത്തെ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തോട് വിശദീകരണം തേടിയിരുന്നു. ഇപ്പോഴുണ്ടായ നടപടി എന്താണ്? കൃത്യമായ രീതിയിൽ തോമസ് ഐസക് ചട്ടം ലംഘിച്ചു എന്ന ഒരു പരാതിയാണ് UDFന്റെ ജില്ലാ കൺവീനർ അടക്കം ഒരു പരാതിയായി ഉന്നയിച്ചിരുന്നത്. എന്തായാലും ഈ പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ കുടുംബശ്രീയുടെ യോഗങ്ങളിൽ കയറി തോമസ് ഐസക് വോട്ടഭ്യർത്ഥിക്കുന്നുണ്ട്, കുടുംബശ്രീയെ പ്രചാരണ ആയുധമാക്കുകയാണ് തോമസ് ഐസക് എന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇതനുസരിച്ചാണ് തോമസ് ഐസക്കിന് ഒരു നോട്ടീസ് ഏതാണ്ട് ഒരാഴ്ച മുൻപ് നൽകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇതിനൊരു വിശദീകരണവും തോമസ് ഐസക് നൽകിയിരുന്നു. താൻ അങ്ങനെ കുടുംബശ്രീയുടെ പരിപാടികളിൽ കയറി വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല, പക്ഷേ കുടുംബശ്രീ പ്രവർത്തകരെ കണ്ടപ്പോൾ അവിടെ കയറി അവരോട് സംസാരിക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു ഒരു വിശദീകരണം. പക്ഷേ ഇത് കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളയുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്, അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന കണ്ടെത്തലും ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഒരു താക്കീത്, ആദ്യഘട്ടത്തിൽ ഒരു താക്കീത് നൽകിയിരിക്കുന്നത്. എന്തായാലും തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു താക്കീത് എന്നതിൽ ഒതുങ്ങി എന്നത് അവർക്ക് ആശ്വാസകരമാണ്. പക്ഷേ UDF ഇത് ജില്ലയിൽ തന്നെ വലിയ പ്രചാരണായുധമാക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഡോക്ടർ തോമസ് ഐസക്കിനെതിരെയാണ് UDFന്റെ പരാതി. മറ്റൊരു പരാതി പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നുള്ളത് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെയാണ്. സുരേഷ് ഗോപിയുടെ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ഥാനാർത്ഥിയുടെ ബ്രോഷറിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് വിശദാംശങ്ങളില്ലെന്നും വ്യാപകമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു എന്നുമാണ് LDFന്റെ പരാതി. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, ഇതിൽ എപ്പോൾ വിശദീകരണം നൽകണമെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് പരാതി? അനുജ, 2 ദിവസത്തിനകത്ത് വിശദീകരണം നൽകണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നോട്ടീസ് സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ സ്ഥാനാർത്ഥി നൽകിയ അഭ്യർത്ഥനയിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച് വിശദാംശങ്ങൾ ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് LDF പരാതി നൽകിയിരിക്കുന്നത്. CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK വത്സരാജാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. അതോടൊപ്പം തന്നെ ഒരു പരാതി കൂടി ഇവർ നൽകിയിട്ടുണ്ട്. അതായത് വ്യാപകമായി പ്രചരണങ്ങളിൽ ഈ മതചിഹ്നങ്ങളും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും നൽകി മതസ്പർദ്ധ ഉൾപ്പെടെ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നൊരു ആരോപണം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു പരാതി കൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ വിശദീകരണം ഇത്തരത്തിലാണ്. ഈ തെക്കോട്ടിറക്കം പോലുള്ള അവയുടെ ചിത്രങ്ങൾ മാത്രമാണ് വെച്ചത്. അത് തൃശ്ശൂരിനെ സംബന്ധിച്ച് സാംസ്കാരികമായി അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് ഈ തൃശ്ശൂർ പൂരവും അതുപോലെ തന്നെ ഈ തെക്കോട്ടിറക്കവും എല്ലാം തന്നെ. അതുകൊണ്ട് അത്തരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാടാണ് BJP ഉള്ളത്. പക്ഷെ അതേസമയം ഈ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച് പരാതിയിൽ ഒരു വിശദീകരണത്തിന് ഇതുവരെയും BJP കേന്ദ്രങ്ങൾ തയ്യാറായിട്ടില്ല. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണം എന്ന് കാണിച്ചുകൊണ്ട് ജില്ലയുടെ ചുമതലയുള്ള വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറാണ് ഇത്തരത്തിലൊരു ഒരു വിശദീകരണം തേടിയിരിക്കുന്നത്. സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയത് LDF ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പ് നോട്ടീസുകൾ. 2020-22 സാമ്പത്തിക വർഷങ്ങളിലെ ആദായ നികുതിയും പിഴയും പലിശയും അടയ്ക്കാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. 2020-21, 2021-22 എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ ആദായ നികുതി, പലിശ, പിഴ എന്നിവ അടയ്ക്കണമെന്നാണ് കോൺഗ്രസിന് ലഭിച്ച ഒടുവിലത്തെ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്. ഇന്നലെ വൈകിട്ടാണ് നോട്ടീസ് ലഭിച്ചത്. നോട്ടീസിലെ പിഴത്തുക വ്യക്തമാക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ ആശ്ചര്യമില്ലെന്ന് പാർട്ടി വക്താവ് ജയറാം രമേശ്. If we don't receive notices, I get surprised. Receiving notices is no longer a shocking or surprising development. In fact, if a day passes without getting a notice, you begin to wonder what is happening. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദായ നികുതി വകുപ്പിൽ നിന്ന് കോൺഗ്രസിന് ലഭിക്കുന്ന നോട്ടീസുകളുടെ എണ്ണം 10ആയി. 5 സാമ്പത്തിക വർഷങ്ങളിലെ നികുതി പുനർനിർണയത്തിന്റെ ഭാഗമായി 1823 കോടി രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ടുള്ള നോട്ടീസിൽ നിയമ നടപടിക്കൊരുങ്ങുന്നതിനിടെയാണ് 2 നോട്ടീസുകൾ കൂടി ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തെ നടപടി, ചട്ടലംഘനം, BJPയിൽ നിന്ന് നികുതി പിരിക്കാത്തത് എന്നിവ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് മറ്റന്നാൾ സുപ്രീംകോടതിയെ സമീപിക്കും. ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ PCCകളുടെ നേതൃത്വത്തിൽ ആദായ നികുതി ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. അതിനിടെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചു. ഇന്നലെ രാത്രിയാണ് നോട്ടീസ് ലഭിച്ചതെന്ന് DK ശിവകുമാർ സ്ഥിരീകരിച്ചു. കേന്ദ്ര സർക്കാർ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ കക്ഷികളുടെയും കയ്യും കാലും കെട്ടിയിടുകയാണെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ കുറ്റപ്പെടുത്തി. അതേസമയം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലുള്ളവരിൽ നിന്ന് 50,000 രൂപ പിരിച്ചെടുക്കാൻ ഒഡീഷ PCC നടപടി ആരംഭിച്ചു. 24 ഡൽഹി.
സുപ്രീം കോടതി ഉത്തരവിന് മുന്നോടിയായി കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. 1 കോടി രൂപ മൂല്യമുള്ള 10,000 ഇലക്ടോറൽ ബോണ്ടുകൾ അച്ചടിക്കാൻ ധനമന്ത്രാലയം അനുമതി നൽകിയിരുന്നു. സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷനിലായിരുന്നു അച്ചടി ചുമതല. ഇലക്ടോറൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കി 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് അച്ചടി നിർത്താൻ സർക്കാർ നിർദ്ദേശിച്ചത്. PMCAലും SBIയും തമ്മിലുള്ള ആശയവിനിമയ രേഖകൾ സുപ്രീം കോടതി ഉത്തരവിന് മുന്നോടിയായി കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചതിന്റെ തെളിവാണ്. കത്തിടപാടുകളിലും ഇമെയിലുകളിലും ഫയൽ നോട്ടിങ്ങുകളിലും സുപ്രീം കോടതി ഉത്തരവിന് 3 ദിവസം മുൻപ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് 10,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണെന്ന് വ്യക്തം. വിവരാവകാശ നിയമപ്രകാരം ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസിനാണ് ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചത്. SPMCAL ഇതിനകം 8,350 ബോണ്ടുകൾ അച്ചടിച്ച് SBIക്ക് നൽകിയിട്ടുണ്ടെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് സംവിധാനത്തിന്റെ തുടക്കം മുതൽ 22,217 ഇലക്ട്രൽ ബോണ്ടുകളാണ് SPMCAL വഴി പ്രസിദ്ധീകരിച്ചത്. ഇതിൽ BJPക്ക് 8,451 കോടി രൂപ ലഭിച്ചപ്പോൾ കോൺഗ്രസിന് 1,950 കോടിയും തൃണമൂൽ കോൺഗ്രസിന് 1,707.81 കോടിയും BRSന് 1,407.30 കോടിയും ലഭിച്ചു എന്നും രേഖകൾ പറയുന്നു. ഫെബ്രുവരി 8-ന് SBIയിൽ നിന്ന് ലഭിച്ച മെയിൽ ഇലക്ട്രൽ ബോണ്ടുകളുടെ പ്രിന്റിംഗ് നിർത്തിവെക്കാൻ നിർദ്ദേശിക്കുന്നതാണ്. ജനുവരി 12-ലെ കത്ത് പ്രകാരം നിർദ്ദേശിച്ച ശേഷിച്ച 1,650 ഇലക്ട്രൽ ബോണ്ടുകളുടെ അച്ചടി നിർത്തിവെക്കാനാണ് അഭ്യർത്ഥന. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. പ്രധാനമന്ത്രിയെയും BJPയെയും ട്രോളുന്ന ഫോട്ടോ പങ്കുവെച്ച് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം പൂജ വസ്ത്രാക്കർ. വിഷയം സമൂഹമാധ്യമങ്ങളിൽ വൻ ചർച്ചയായതോടെ ഫോട്ടോ താനല്ല അപ്ലോഡ് ചെയ്തത് എന്ന വിശദീകരണവുമായി പൂജ രംഗത്തെത്തി. ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ BJPയെ ഹഫ്ത വസൂലി അഥവാ ആഴ്ചപ്പിരിവുകാരെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചിരുന്നു. ഇത് ഏറ്റെടുത്ത കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ പല ട്രോളുകളും ഇറക്കി. അങ്ങനെ ഇറക്കിയ ട്രോൾ ഫോട്ടോകളിലൊന്നാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം പൂജ വസ്ത്രാക്കർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത്. BJPയുടെ ഇമ്പാക്ട് പ്ലെയറാണ് ED എന്ന ക്യാപ്ഷനും താരം ഫോട്ടോയ്ക്ക് നൽകി. നിമിഷങ്ങൾക്കകം ആയിരക്കണക്കിന് പേരാണ് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. സംഭവം വൻ ചർച്ചയായതോടെ പൂജ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടെന്നും അതിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ അവഗണിക്കണമെന്നും പൂജ പറഞ്ഞു. ക്രിക്കറ്റ് താരങ്ങൾക്ക് രാഷ്ട്രീയ ആഭിമുഖ്യം പ്രകടിപ്പിച്ച ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടാമോ എന്നും ഇതൊന്നും BCCI കാണുന്നില്ലേ എന്നുമാണ് BJP അനുകൂലികൾ ചോദിക്കുന്നത്. പൂജയ്ക്ക് തന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ എന്നും BJPക്കാരിയായ ഭാര്യ റിവാബയ്ക്ക് വേണ്ടി ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജ നേരിട്ട് വോട്ട് പിടിക്കാൻ ഇറങ്ങിയപ്പോൾ വിലക്കൊന്നും കണ്ടില്ലല്ലോ എന്നും എതിരാളികൾ തിരിച്ചടിക്കുന്നു. സ്പോർട്സ് ഡെസ്ക് 24. രാജ്യത്തെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലെ വോട്ട് അഭ്യർത്ഥിച്ചുള്ള കത്ത് നിധി പോലെ സൂക്ഷിച്ചിരിക്കുകയാണ് കോഴിക്കോട് താമരശ്ശേരി സ്വദേശി വേലായുധൻ. വർഷങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് കിട്ടിയതാണ് വേലായുധന് ഈ കത്ത്. ഇന്ത്യൻ പാർലമെന്റിലേക്കും മദിരാശി നിയമസഭയിലേക്കുമാണ് കത്തിലൂടെ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇന്നത്തെ ആപൽഘട്ടത്തിലൂടെ നമ്മൾ നേരിട്ട് നയിക്കാൻ കെൽപ്പും കഴിവുമുള്ള സ്ഥാപനം ഇന്നും കോൺഗ്രസ് മാത്രമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. നിങ്ങളുടെ വിലയേറിയ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് നുകം വെച്ച കാളകളുടെ അടയാളത്തിൽ രേഖപ്പെടുത്തുക. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം വീണ്ടും മാറിയോ എന്ന് ചിന്തിക്കേണ്ട. ഇത് 73 വർഷം മുൻപുള്ള കഥയാണ്. 1951 കാലഘട്ടം. തൊട്ടടുത്ത വർഷം നടക്കുന്ന രാജ്യത്തെ പ്രഥമ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ടഭ്യർത്ഥിച്ച് കോൺഗ്രസ് പുറത്തിറക്കിയ കത്തിലെ വാചകങ്ങളാണ് ആദ്യം പറഞ്ഞത്. പിതാവ് ഉണ്ണിപ്പെരവനിൽ നിന്ന് കിട്ടിയതാണ് വേലായുധന് ഈ കത്ത്. അന്ന് എൻ്റെ അച്ഛന് അന്നത്തെ കോൺഗ്രസ് പാർട്ടി, അന്ന് ഇന്നത്തെ മാതിരി കണക്കിലധികം പാർട്ടികളൊന്നും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കന്ന് 8 വയസ്സുള്ളൂ. അപ്പോൾ അച്ഛന് കിട്ടിയ ഈ കോൺഗ്രസിൻ്റെ കത്ത് നുകം വെച്ച ഇരട്ടക്കാള അടയാളമുള്ള പെട്ടിയിൽ, അന്ന് ഇതേമാതിരിയല്ല, പെട്ടിയിലാണ് ഓരോ പെട്ടിയാണ് ഇന്ന പെട്ടി എന്നുള്ളത്. അപ്പോൾ ഇതിൽ വോട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടുള്ള അഭ്യർത്ഥന ഉള്ള കത്താണത്. അപ്പോൾ അച്ഛനിതിങ്ങനെ അച്ഛൻ്റെ പെട്ടിയിൽ വെച്ചു. അപ്പോൾ എനിക്കൊരു 16 വയസ്സുള്ള എൻ്റെ അച്ഛന് അസുഖമായിട്ട് മരിച്ചു. അപ്പം ഞാൻ ഈ കത്ത് സൂക്ഷിച്ചു. പിതാവിൻ്റെ വോട്ട് നുകം വെച്ച കാളയിൽ തന്നെ പതിഞ്ഞു എന്ന് വേലായുധന് ഉറപ്പില്ല. കെ മാധവമേനോൻ, മദ്രാശി നിയമസഭ, അത് കോഴിപ്പുറത്ത് മാധവമേനോനാണ്. എൻ വെളിയൻ, മദ്രാശി നിയമസഭ പട്ടികവർഗ PP ഉമ്മർ കോയ പാർലമെൻറ്റിലേക്ക്. ഇങ്ങനെയുള്ള 3 ആളെയും തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടീസാണത്.
പിന്നെ അച്ഛനാർക്കാ വോട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല അക്കാലത്ത്. എന്തായാലും മിക്കവാറും ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇത്രയും വലിയൊരു പ്രചരണം അന്ന് കോൺഗ്രസിനല്ലാതെ വേറെ ആർക്കും ഇല്ല. പ്രചാരണ രീതികൾ മാറുന്ന പുതിയ കാലത്ത് ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലായ വോട്ടഭ്യർത്ഥന കത്ത് നിധി പോലെ സൂക്ഷിക്കുകയാണ് വേലായുധൻ. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. തെരഞ്ഞെടുപ്പെടുത്താൽ ചുവരുകൾ ചിഹ്നങ്ങളാലും എഴുത്തുകളാലും നിറയും. ഈ ചിഹ്നങ്ങൾ പകർത്താനുള്ള സ്റ്റെൻസിലുകൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് കോഴിക്കോട് വലിയങ്ങാടി സ്വദേശി സമീർ. ഡിജിറ്റൽ രംഗത്തേക്ക് പ്രചാരണം വഴി മാറിയെങ്കിലും സ്റ്റെൻസിലുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം, കൈപ്പത്തി, താമര. ഇവിടെ നിർമ്മിക്കുന്നത് നമ്മുടെ ചിഹ്നമല്ല, നമ്മുടെ ചിഹ്നങ്ങളാണ്. ഭംഗിയും ആകൃതിയും വലിപ്പവും ചോരാതെ ചിഹ്നങ്ങൾ ചുവരുകളിൽ നിറയണമെങ്കിൽ സ്റ്റെൻസിലുകൾ തന്നെ വേണം. ലോക ഷീറ്റുകളിൽ അക്ഷരങ്ങളും ചിഹ്നങ്ങളും വെട്ടിയെടുക്കുന്നതാണ് സ്റ്റെൻസിലുകൾ. വലിയങ്ങാടി ഗണ്ണി സ്ട്രീറ്റിലാണ് തെരഞ്ഞെടുപ്പ് കാലമായാൽ തിരക്കേറുന്നത്. നിർമ്മിതി മെറ്റൽ ഷീറ്റാണ്, പിന്നെ ബാക്കി വരക്കലാണ്. വരച്ചും കണ്ട് വെട്ടിരുമ്പോണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കലാണ്, അല്ലാതെ വേറൊരു ഇതായിട്ടല്ല. ഇപ്പം പഴയ മാതിരിയല്ല, ഇപ്പം കുറേ ഡിജിറ്റലായിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഇതിനോടുണ്ട്. പക്ഷെ ഇത് പഴയ വർക്കുകളെന്ന് പറഞ്ഞ നിലയിൽ ഇപ്പോൾ ആളുകൾ തിരിഞ്ഞു വരുന്നുണ്ട്. കൈപ്പത്തി അടയാളം നിർമ്മിക്കാനാണ് ഏറ്റവും പ്രയാസം. എളുപ്പം അരിവാൾ ചുറ്റിക നക്ഷത്രവും. ലോക ഷീറ്റുകളായതിനാൽ കേടുവരാതെ സൂക്ഷിക്കാനും കഴിയും. സ്റ്റെൻസിലുകൾ ചുവരുകളിൽ കൊണ്ടുപോയി പെയിന്റ് ചെയ്താൽ പണി കഴിഞ്ഞു. കൈപ്പത്തിക താമരക്കാണ് ഏറ്റവും കൂടുതൽ വർക്ക് ഇതിൻ്റെ ടൈമിങ് വരുന്നത്. കാരണം കൈരേഖയൊക്കെ വരച്ചുണ്ടാക്കണ്ടേ. പിന്നെ അരിവാൾ ചുറ്റിക്കൊക്കെ അത്ര വലിയ പണി വരില്ല, അത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കലാണ്. വലിപ്പമനുസരിച്ചാണ് നിരക്ക്. ആവശ്യക്കാർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ സ്റ്റെൻസിലുകൾ വെട്ടിയെടുത്തു തരും. ഈ അച്ചുകളിലൂടെ വാർത്തെടുക്കുന്നത് കേവലം തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ മാത്രമല്ല, ഓരോ സ്ഥാനാർത്ഥിയുടെയും പ്രതീക്ഷകൾ കൂടിയാണ്. കാലത്തിനനുസരിച്ച് പ്രചാരണ തന്ത്രങ്ങൾ മാറി മറിയുന്നുണ്ടെങ്കിലും വലിയങ്ങാടിയിലെ ഈ കടയിൽ രാഷ്ട്രീയക്കാരുടെ തിരക്ക് ഇത്തവണയുമുണ്ട്. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കൂടുതൽ സ്ഥാനാർത്ഥികൾ. ആറ്റിങ്ങലിൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ, പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്, ചാലക്കുടയിൽ C രവീന്ദ്രനാഥ്, മലപ്പുറത്ത് V വസീഫ്, കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവൻ, എറണാകുളത്ത് NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ എന്നിവർ പത്രിക നൽകി. നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൽ പൊട്ടിത്തെറി. RJDയുടെ പൂർണിയ സീറ്റിൽ കോൺഗ്രസ് നേതാവ് പപ്പു യാദവ് നാമനിർദ്ദേശ പത്രിക നൽകും. ഏപ്രിൽ 2-നാണ് പപ്പു യാദവ് പത്രിക സമർപ്പിക്കുക. കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കവേ പപ്പു യാദവിന് പൂർണിയ സീറ്റ് ഉറപ്പ് നൽകിയിരുന്നു. പൂർണിയ സീറ്റ് കോൺഗ്രസ് ആവശ്യപ്പെട്ടെങ്കിലും RJD വഴങ്ങിയില്ല. ഇതോടെയാണ് പപ്പു യാദവ് പത്രിക നൽകാൻ തീരുമാനിച്ചത്. ബീഹാറിൽ RJD 26 സീറ്റിലും കോൺഗ്രസ് 9 ഇടത് പാർട്ടികൾ 5 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പൗരത്വ ഭേദഗതി നിയമത്തിൽ വാക്പോര് തുടർന്ന് മുന്നണികൾ. CAA പാസാക്കിയതോടെ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ ആശങ്കയോടെ നോക്കിക്കാണുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പൗരത്വ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ ഇടപെടൽ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തിൽ പ്രസക്തമല്ലാത്ത വിഷയത്തിൽ പ്രശ്നമുണ്ടാക്കുക ആണെന്ന് V മുരളീധരൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുന്നണികൾ സജീവമായി ചർച്ചയാക്കുന്നത് പൗരത്വ ഭേദഗതി നിയമമാണ്. ആദ്യഘട്ടം മുതൽ LDFന്റെ പൗരത്വ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രി തന്നെ. ഒരു ഭാഗത്ത് മതനിരപേക്ഷത അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ, വേറൊരു ഭാഗത്ത് രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ തകർക്കാനുള്ള ശ്രമങ്ങൾ. ആകെ ഫലം രാജ്യം അപകടത്തിലാകുന്നു. ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനുള്ള LDF ശ്രമത്തെ 18 അടവും പയറ്റി പ്രതിരോധിക്കുകയാണ് UDF. CAA-യുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവൻ പച്ചക്കള്ളമാണ്, നട്ടാ കുടിക്കാത്ത നുണയാണെന്ന് ഞാൻ പറഞ്ഞു. കേരളത്തിലെ UDF MLA-മാരും അതിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു. ശശി തരൂരിന്റെ പ്രസംഗം, NK പ്രേമചന്ദ്രന്റെ പ്രസംഗം, ET മുഹമ്മദ് ബഷീറിന്റെ പ്രസംഗമൊക്കെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. കേരളത്തിൽ പൗരത്വ വിഷയം ചൂണ്ടിക്കാട്ടി ബോധപൂർവം ആശങ്ക സൃഷ്ടിക്കുകയാണെന്നാണ് BJPയുടെ വാദം. CAA രാജ്യത്തിന് മുഴുവൻ ബാധകമായിട്ടുള്ള നിയമമാണ്. അത് കേരളത്തിലും ബാധകമാണ്.
പക്ഷേ CAA വിഷയങ്ങൾ കേരളത്തിൽ പ്രസക്തമല്ലാതാകുന്നത് കേരളത്തിൽ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ വന്ന് പൗരത്വത്തിനു വേണ്ടി അപേക്ഷിച്ചവരായിട്ട് ആരും ഇതുവരെ ഉള്ളതായിട്ട് അറിവില്ല. പൗരത്വ വിഷയത്തിൽ കേരളത്തിലെ ഇരുമുന്നണികളും സ്വീകരിക്കുന്ന നിലപാടിനോട് സമദൂര കാഴ്ചപ്പാടാണ് സാമുദായിക സംഘടനകൾ പുലർത്തുന്നത്. അഖിലേന്ത്യാ തലത്തിൽ ഈ പൗരത്വ ബില്ലാവട്ടെ, ഏക സിവിൽ കോഡാവട്ടെ, ഈ കാര്യങ്ങളിലെല്ലാം പ്രതിപക്ഷങ്ങൾ വളരെ ശക്തമായി ഒരേ ചിരിയിലാണ് നിൽക്കുന്നത്. LDF ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയാണ് UDFും BJPയും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. കേരളത്തിലെ BJP പ്രവർത്തകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആശയവിനിമയം നടത്തും. വൈകിട്ട് 6 മണിക്ക് ഓഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുക. പ്രവർത്തകർക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ ബൂത്ത് തലത്തിൽ കേന്ദ്രങ്ങൾ ഒരുക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണം അടക്കം നിർത്തിവെച്ച് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ മുഴുവൻ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് സംസ്ഥാന നേതൃത്വം ആഹ്വാനം ചെയ്തു. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 2 വാർഡുകളിലായി 174 പേർക്ക് ഇരട്ട വോട്ട്. റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ തമിഴ്നാട്ടിലും കേരളത്തിലും വോട്ടുള്ളവരെയാണ് കണ്ടെത്തിയത്. കൂടുതൽ സ്ഥലത്ത് ഇരട്ട വോട്ടുണ്ടെന്നും പിന്നിൽ CPIM ആണെന്നും BJPയും UDFും ആരോപിച്ചു. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 6, 12 വാർഡുകളിലെ 174 പേർക്ക് ഇരട്ട വോട്ടുകളുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇടുക്കിയിലെയും തമിഴ്നാട് തേനി ജില്ലയിലെയും വോട്ടേഴ്സ് ലിസ്റ്റ് കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. അതിർത്തി മേഖലകളിൽ വ്യാപകമായി ഇരട്ട വോട്ടുകളുണ്ടെന്ന BJP പ്രാദേശിക നേതൃത്വത്തിന്റെ പരാതിയെ തുടർന്നാണ് റവന്യൂ വകുപ്പ് പരിശോധന നടത്തിയത്. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 2 വാർഡുകളിൽ 6ഉം 12ഉമായി 200ഓളം വ്യാജ വോട്ടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവർക്ക് ഉടുമ്പൻചോല വില്ലേജ് ഓഫീസർ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, തിങ്കളാഴ്ച ഹിയറിംഗിന് ഹാജരാകണമെന്നും പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ആരോപിച്ചിരുന്ന ആരോപണങ്ങൾ തെളിയിക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇരട്ട വോട്ടുകൾ CPIMന്റെ ആസൂത്രണമാണെന്ന് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. CPM കേന്ദ്രീകൃതമായിട്ടാണ് ഈ ഒരു ഇരട്ട വോട്ടുകൾ. അത് ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള വാർഡുകളിൽ ചേർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആസൂത്രിതമാണല്ലോ, 100% ആസൂത്രിതമാണ്. അപ്പം അതിന് CPIM മറുപടി പറയേണ്ടി വരും. അക്കാര്യത്തിൽ പാർട്ടി അത് പരിശോധിച്ചു വരികയാണ്. CPIMനെതിരായ രാഷ്ട്രീയായുധമെന്നതിലുപരി വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഏത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഇരട്ടയോട്ട് എന്ന വാദം ഉന്നയിച്ച് കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വരുന്നത് സർവ്വസാധാരണമാണ്. വോട്ടർ പട്ടിക ചേർക്കുന്ന സന്ദർഭത്തിൽ ബൂത്ത് ലെവൽ ഏജന്റന്മാർ എന്ന രൂപത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ BLOമാർ കൃത്യമായി ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ടെങ്കിൽ CPIMനെതിരായിട്ട് ഒരു രാഷ്ട്രീയായുധമായി ഉപയോഗിക്കുന്നതിന് അപ്പുറമായി ഇരട്ടി വോട്ടറുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. ഏപ്രിൽ 1 റവന്യൂ വകുപ്പ് 174 പേരെയും ഹിയറിംഗിന് വിളിപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ തമിഴ് വംശജർക്കിടയിൽ കൂടുതൽ ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നാണ് UDFും BJPയും ആരോപിക്കുന്നത്. 24 ഇടുക്കി. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും നശിപ്പിച്ചു. ഹരിപ്പാട് KSRTC ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് നശിപ്പിച്ചത്. പോസ്റ്ററിൽ ശോഭാ സുരേന്ദ്രന്റെ തലയ്ക്ക് പകരം ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തല വെട്ടിയൊട്ടിച്ചു. പോസ്റ്ററുകൾ നശിപ്പിച്ചതിന് പിന്നിൽ ആരിഫ് നിയോഗിച്ച് പ്രത്യേക ടീമെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. ഹരിപ്പാട് RK ജംഗ്ഷന് സമീപം പതിച്ചിരുന്ന ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററിലാണ് ഇടതു സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തല വെട്ടിയൊട്ടിച്ചത്. ഹരിപ്പാട് KSRTC സ്റ്റാൻഡിന് സമീപം സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും കീറി നശിപ്പിച്ചു. പോസ്റ്ററുകൾ കീറിയത് CPIM പ്രവർത്തകരല്ലെന്നും പോസ്റ്ററുകളും ഫ്ലെക്സുകളും നശിപ്പിക്കാൻ പ്രത്യേക ടീമിനെ AM ആരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് ശോഭയുടെ ആരോപണം. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ഏറ്റുമുട്ടൽ എൻ്റെ പ്രവർത്തകന്മാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരുമായി ഉണ്ടാക്കാനാണ് ആലപ്പുഴയിലെ മുൻ MP ആരിഫ് പരിശ്രമിക്കുന്നതെങ്കിൽ ഞാൻ നല്ല നട്ടലുള്ള ആളാണ്. ഇതിനേക്കാൾ വലിയ കൊലകൊമ്പന്മാരെ കണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി ഇവിടെ എത്തിയിട്ടുള്ളതാണ്. മിസ്റ്റർ ആരിഫിനുള്ളതിനേക്കാളും ശേഷിയും ക്ഷേമുഷിയും എനിക്ക് ദൈവാധീനം കൊണ്ട് ഉണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട സമീപനങ്ങളിൽ നിന്ന് LDFന്റെ സ്ഥാനാർത്ഥി പിന്നോക്കം പോകണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല. നടപടി ഉണ്ടായില്ലെങ്കിൽ കലക്ടറേറ്റിന് മുൻപിൽ സമരം ചെയ്യുമെന്നും ശോഭാ സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നിയമപരമായിട്ടുള്ള പരിരക്ഷ ലഭ്യമായില്ലെങ്കിൽ കലക്ടർ, ഈ ജില്ലയുടെ കലക്ടർ, അതുപോലെ തന്നെ ഉന്നതമായിട്ടുള്ള അധികാരം വഹിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ആ കലക്ടറേറ്റിന്റെ മുന്നിൽ തന്നെ സമരം നടത്തുന്നതിനെ കുറിച്ചും ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ശോഭയുടെ ചീപ്പ് ഷൈനിങ്ങിന് താൻ മറുപടി പറയുന്നില്ലെന്നായിരുന്നു AM ആരിഫിന്റെ പ്രതികരണം. 24 ആലപ്പുഴ.
കോവിഡ് അഴിമതി ആരോപണം UDF തെരഞ്ഞെടുപ്പ് ആയുധമാക്കുമ്പോൾ നിപ ബാധിച്ച് മരിച്ച സിസ്റ്റർ ലിനിയുടെ മക്കളെ കണ്ട് KK ശൈലജ. UDF എത്ര ആരോപണം ഉന്നയിച്ചാലും നിപ കോവിഡ് സമയങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നായിരുന്നു KK ശൈലജയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDF ആളിക്കത്തിക്കുകയാണ് KK ശൈലജയ്ക്കെതിരായ കോവിഡ് അഴിമതി ആരോപണം. ഇതിനിടയിലാണ് നിപ കാലത്ത് ജീവൻ നഷ്ടമായ സിസ്റ്റർ ലിനിയുടെ മക്കളെ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ കാണാനെത്തിയത്. 2 ആൺകുട്ടികളെയും ചേർത്തുപിടിച്ചാണ് വീട്ടിനുള്ളിലേക്ക് കയറിയത്. ഞാനിപ്പോഴും സജീഷിനെ വിളിക്കാറുണ്ട്, സജീഷ് എന്നെ വിളിക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവരുടെ അമ്മമ്മയാണ്. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ വന്നു കണ്ടു എന്നുള്ളത് ഇല്ല, എപ്പോഴും ബന്ധമുണ്ട്. പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ ജീവനാണ് ഏറ്റവും വലുത്. ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് എന്ന് നമ്മൾ പറയും, അവർക്കാണ് പ്രഥമ പരിഗണന പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലൊക്കെ കൊടുക്കുന്നത്. അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. ആരോപണം ഉന്നയിക്കുന്നവരത് ഉന്നയിച്ച് നടക്കട്ടെ. നമ്മൾ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത കാര്യം ജനങ്ങളുടെ മനസ്സിലുണ്ട്. കുറച്ചു സമയം വീട്ടിൽ ചെലവിട്ട് കുട്ടികളുമായി കുശലം പറഞ്ഞ ശേഷമാണ് ഇറങ്ങിയത്. സന്തോഷമുണ്ട്. കുറേ കാലമായി, ഒരു കൊല്ലത്തിന് മേലെയായി ടീച്ചറെ കണ്ടിട്ട് സന്തോഷമുണ്ട്. കോവിഡ് കള്ളി എന്നതുൾപ്പെടെ KK ശൈലജയെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾക്കെതിരെ LDF കഴിഞ്ഞ ദിവസമാണ് പരാതി നൽകിയത്. 24 കോഴിക്കോട്. 24 ഇലക്ഷൻ അവസാനിക്കുന്ന